നിയുക്ത മുഖ്യമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ടതിന് പിന്നാലെ തന്റെ രാഷ്ട്രീയ ഗുരുവായ അന്തരിച്ച മുൻ മന്ത്രി ജി കാർത്തികേയന്റെ വസതി സന്ദർശിച്ച വി.ഡി. സതീശൻ വികാരനിർഭരനായി. ശാസ്തമംഗലത്തെ ജി.കെ. വസതിയിൽ ഓർമ്മകൾ പുതുക്കാനും കുടുംബത്തിന്റെ അനുഗ്രഹം തേടാനുമായി എത്തിയതായിരുന്നു അദ്ദേഹം. കാത്തിരുന്ന വലിയ ഉത്തരവാദിത്തം കൈവന്ന വേളയിൽ തന്റെ വളർച്ചയിൽ നിഴലായി കൂടെ നിന്ന് പ്രിയപ്പെട്ട ജി.കെയുടെ അഭാവം സതീശനെ വല്ലാതെ ഉലച്ചു. കാർത്തികേയന്റെ ഭാര്യ എം.ടി. സുലേഖ നിയുക്ത മുഖ്യമന്ത്രിയെ അരികിലേക്ക് ചേർത്തു പിടിച്ച നിമിഷം വി.ഡി. സതീശൻ നിയന്ത്രണം വിട്ട് വിതുമ്പിക്കരഞ്ഞു. സാറല്ലേ എന്നെ എല്ലാം ആക്കിയത്, ഏറെ കടപ്പാടുള്ളത് സാറിനോടാണ് എന്ന് സതീശൻ പറഞ്ഞപ്പോൾ ചീഫ് മിനിസ്റ്റർ അങ്ങനെ കരയരുത് എന്ന് പറഞ്ഞ് സുലേഖ അദ്ദേഹത്തെ കെട്ടിപ്പിടിച്ച് ആശ്വസിപ്പിച്ചു. സതീശന്റെ വാക്കുകളിൽ രാഷ്ട്രീയത്തിനപ്പുറം അച്ഛനും മകനും തമ്മിലുള്ള ആത്മബന്ധത്തിന്റെ ആഴമുണ്ടായിരുന്നു. വി.ഡി. സതീശൻ എന്ന രാഷ്ട്രീയ നേതാവിനെ വളർത്തിയതും വലുതാക്കിയതും ജി കാർത്തികേയനായിരുന്നു. കെ.എസ്.യുവിലും യൂത്ത് കോൺഗ്രസിലും സതീശൻ എന്നും താങ്ങും തണലുമായി നിന്നത് ജി.കെ. ആയിരുന്നു. പറവൂരിൽ ആദ്യമായി മത്സരിക്കാൻ സീറ്റ് ലഭിച്ചതിന് പിന്നിൽ കാർത്തികേയന്റെ ശക്തമായ ഇടപെടലുണ്ടായിരുന്നു. സതീശൻ നിയമസഭാംഗമായാൽ അത് കോൺഗ്രസ് പാർട്ടിക്ക് വലിയൊരു മുതൽക്കൂട്ടാകുമെന്ന് ജി.കെ. പണ്ട് മുതൽക്കേ ഉറച്ചു വിശ്വസിച്ചിരുന്നു. രാഷ്ട്രീയ പ്രതിസന്ധികൾക്കിടയിൽ വലിയൊരു ആപത്തിലേക്ക് സതീശൻ വഴുതി വീഴാതെ ഒരു രക്ഷകർത്താവിനെ പോലെ കാവൽ നിന്നതും കാർത്തികേയനായിരുന്നു. കോൺഗ്രസിലെ തിരുത്തൽവാദം ചെന്നിത്തലയും കാർത്തികേയനും ചേർന്നാരംഭിച്ച കാലം മുതൽ കാർത്തികേയന്റെ ഏറ്റവും വിശ്വസ്തനായ അനുയായിയായിരുന്നു സതീശൻ. സതീശനിലുള്ള അസാമാന്യമായ നേതൃപാടവം ജി.കെ. നേരത്തെ തന്നെ തിരിച്ചറിഞ്ഞിരുന്നു. സതീശന്റെ കുടുംബത്തെ സ്വന്തം കുടുംബം പോലെയാണ് കാർത്തികേയൻ കണ്ടിരുന്നത്. 1996ലും 2001ലും തനിക്ക് മത്സരിക്കാൻ അവസരം നൽകണമെന്ന് എ.കെ. ആന്റണിയോടും കെ. കരുണാകരനോടും നേരിട്ട് ആവശ്യപ്പെട്ടത് കാർത്തികേയൻ സാർ ആയിരുന്നുവെന്ന് സതീശൻ വികാരധീനനായി മാധ്യമങ്ങളോട് പറഞ്ഞു. ജി.കെ. വസതിയിൽ കാർത്തികേയന്റെ മകനും മുൻ എം.എൽ.എയുമായ കെ.എസ്. ശബരിനാഥൻ സതീശനെ സ്വീകരിച്ചു. ശബരിനാഥന്റെ ഭാര്യയും വിഴിഞ്ഞം സീപോർട്ട് എം.ഡിയുമായ ദിവ്യ എസ്. അയ്യർ, പ്രശസ്ത നടൻ ജഗദീഷ് തുടങ്ങിയവർ അവിടെ ഉണ്ടായിരുന്നു. ഉമ്മൻചാണ്ടിയെ പോലെ എല്ലാവരും. ഈ വാർത്തയുടെ പൂർണ്ണ വിശദാംശങ്ങൾ അറിയാൻ ദ ഹാലി ന്യൂസ് യൂട്യൂബ് ചാനൽ കാണുക. ലിങ്ക് ഇൻ ബയോ.